ഇവരാണ് സാർ വിനീതയുടെ അച്ഛനും അമ്മയും. ഓ, എന്താ സംഭവിച്ചതെന്ന് പറയുവോ? അതുവരെ മൊഴിയിൽ രേഖപ്പെടുത്തും. ഞാൻ പറയാം സാറേ. കുറച്ചു നാളായി വിനീതയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അയ്യോ, ആ പല കാര്യങ്ങൾക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവള് പ്രതികരിച്ചോണ്ടിരുന്നത്. എന്ത് കാര്യത്തിനാ ചിരിക്കുന്നേ, എന്ത് കാര്യത്തിനാ കരയുന്നേ, ദേഷ്യപ്പെടുന്നേ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. എന്തായി പറയുന്നത്? ഡോക്ടറെ കാണിച്ചിരുന്നോ? പല പ്രാവശ്യം ഞാൻ അവളോട് പറഞ്ഞതാ, പക്ഷെ അവൾ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഡോക്ടറെ കണ്ടില്ല. സാറേ, ഇവർ ഈ പറയുന്നതൊക്കെ നുണയാ സാറേ. എന്റെ മോൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവരെല്ലാരും കൂടി എന്റെ കുഞ്ഞിനെ കൊന്നതാ. നിങ്ങളോട് ചോദിക്കുമ്പോ മറുപടി പറഞ്ഞാൽ മതി, അല്ലാതെ ഇങ്ങോട്ട് കയറി സംസാരിക്കണ്ട. സാറേ, ഞങ്ങളെ കൊച്ചിനെ കുറിച്ച് അപവാദം പറഞ്ഞ ഞങ്ങൾ കേട്ടിരിക്കണോ സാറേ? എന്തിനായോണ് സാറേ അത്? നിങ്ങളോടല്ലേ പറഞ്ഞത്? ഇവരാ അമ്മേ, ഇവര് ഇപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇവരെന്താന്ന് വെച്ചാ പറയട്ടെ. നിങ്ങൾ പറഞ്ഞോ. പാവം പെൺകുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഓരോ വീട്ടിലും എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ വലുതായിട്ട് തോന്നും, മറ്റുള്ളവർക്ക് അവരുടെയും. അതെ, ഓരോ വീട്ടിലും പെൺകുട്ടികൾ അനുഭവിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും. അതൊക്കെ ശരിയാ. പക്ഷെ ഈ ദുർഗയും കിരണും എന്ത് ഭാവിച്ചാ ഓരോന്ന് ചെന്ന് ഇടപെടുന്നത്? അവരതിനെന്ത് തെറ്റ് ചെയ്തെന്നാ നീ പറയുന്നത്? ഒരു പ്രശ്നം വരുമ്പോ സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത്? ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിച്ചുകൊണ്ട് അവരേത് കാര്യത്തിൽ ഇടപെട്ടാലും അത് നമ്മളെ കൂടി ബാധിക്കും. ചാനലുകൾക്കും മറ്റും ദുർഗയും കിരണും ആരും അല്ലായിരിക്കും. പക്ഷെ ഇന്ദ്രപ്രസ്ഥം എന്ന പേര് അവർക്ക് വിലയുള്ളൊരു സബ്ജക്ട് തന്നെയാ. അത് ചന്ദ്രമതി പറഞ്ഞതിൽ കാര്യമുണ്ട്. ആസിഡ് കുടിച്ച കേസെന്നൊക്കെ പറയുമ്പോ അതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്ന ഒരു സംഭവമല്ലേ ഇത്? ആ പെൺകുട്ടിയുടെ ബന്ധുക്കളെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമല്ലേ? ഓ, നിനക്ക് പിന്നെ ദുർഗയും കിരണും എന്ത് ചെയ്താലും അതിലൊന്നും തെറ്റു തോന്നില്ലല്ലോ. സത്യം പറഞ്ഞാ നിന്റെ ഈ സപ്പോർട്ട് തന്നെയാ അവരുടെ ധൈര്യം. അതെ. അയ്യോ, ദുർഗയുടെ സ്വഭാവം എന്നെ പോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ.